ഫണ്ണായിട്ട് കാണാൻ പറ്റിയ ഒരു വൈബ് പടം തന്നെയാണ് പ്രകമ്പനം. ഒരു ഓൾഡ് പ്രേതം യങ്സ്റ്ററുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെ ഫണ്ണായിട്ട് സംഭവിക്കുന്നതെന്നാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഫൺ എലമെന്റ്സ്, ഹൊറർ എലമെന്റ്സ് എല്ലാം കൂടെ ചേർന്ന ഒരു വൈബ് മൂഡ് തന്നെയാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ജോളിയായിട്ട് ഈ സിനിമ ആസ്വദിച്ചിരുന്ന് കാണാൻ സാധിക്കുക. അതുപോലെയാണ് ഈ സിനിമയുടെ ഓരോ മൂവ്മെന്റും പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തന്നെയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. നല്ല രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഒരുപാട് ചിരിക്കാനുണ്ട് ഈ സിനിമയിൽ. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഹൊറർ മൂഡിലോട്ട് കയറുമ്പോഴത്തേക്ക് ഫണ്ണ് കുറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് കൂട്ട് തന്നെ സെക്കൻഡ് ഹാഫ് ആ മൂഡിലേക്ക് കൊണ്ടുവന്നാണെങ്കിൽ നമ്മുടെ അടികപ്പിയാരെ കൂട്ടമണി പോലത്തെ ഒരു ഹെവി പടമായിട്ട് മാറിയാണ് ഇത്. മെയിൻ ആയിട്ട് സിനിമയിൽ എടുത്തു പറയേണ്ടത് സാഗർ സൂര്യയുടെ പെർഫോമൻസ് തന്നെയാണ്. അടിപൊളിയായിട്ടാണ് പുള്ളി ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അമീന്, ശീതള്, ഗണപതി എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കൂടെ ആ ലെവലിൽ ഉയർന്നാണെങ്കിൽ പടം വേറെ ലെവൽ തന്നെ ആയേനെ. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ജോളിയായിട്ടൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നല്ല ഫണ്ണായിട്ട് മൂഡായിട്ടുള്ള ഒരു പടം തന്നെയാണിത്. ഈ അടുത്ത കാലത്ത് മൺമറഞ്ഞു പോയ കലാഭവൻ നവാസ് ഒക്കെ ഈ സിനിമയിലുണ്ട്. അദ്ദേഹത്തെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക് അൺബോക്സിംഗ് ഒന്ന് അറിയിക്കുക.